സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും താൻ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. താൻ പ്രതികരിച്ചപ്പോൾ ഒരുപാട് പേർ ഒപ്പം നിന്നു. ബ്യൂറോക്രസിയുടെ വീഴ്ചയിൽ പരിഹാരം ഉണ്ടാകണമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. ഞാൻ ഒരിക്കൽ പോലും മന്ത്രിസഭയെയോ ആരോഗ്യവകുപ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ഇവരെയൊന്നും ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ബ്യൂറോക്രസിക്ക് പ്രശ്നമുണ്ട്. ഈ ഡോക്ടർക്ക് മേൽ സമ്മർദ്ദമുണ്ടോ? ഈ പറയുന്ന പോലെ പ്രതികരണത്തിനെടുക്കാൻ പോകരുത് എന്നുള്ള എന്തെങ്കിലും സമ്മർദ്ദം? ഒരിക്കലും ഇല്ല. ഇതുപോലെ ഇത്രയും എനിക്ക് തോന്നുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എങ്കിലും കുറച്ചുപേരെങ്കിലും എതിർക്കും എന്നുള്ളതാണ്. അത് ഒരാൾ പോലും എതിർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും സമാധാനകരമായ കാര്യം. ഒരു സൈഡിൽ നിന്ന് പോലും എനിക്ക് എതിർപ്പില്ല. ഏത് ജനങ്ങളിൽ നിന്നായാലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നുൾപ്പെടെ എല്ലാവരും എന്നെ നേരിട്ട് വന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞത് ശരിയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഡോക്ടർ പറഞ്ഞതിനെ സർക്കാരിനെതിരായ ആരോഗ്യവകുപ്പ് ആകെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗം ആകെ കുത്തഴിഞ്ഞ മട്ടിലായി എന്ന് ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമമാണ് നടന്നത്. അന്ന് തന്നെ ഡോക്ടർ അതിനെ ചെറുത്തു. അത് ശരിയല്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് അദ്ദേഹം ഡോക്ടർ വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് ഇന്നലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. മന്ത്രി നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഇതിനെല്ലാം ശേഷം ഡോക്ടർ ഹാരിസ് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു തരത്തിലും സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ മന്ത്രിയെയോ സർക്കാരിനെ ഒന്നും വിമർശിച്ചിട്ടില്ല. ബ്യൂറോക്രസിയുടെ ചില പോരായ്മകൾ, പിഴവുകൾ അത് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായ പ്രകടനം എന്ന നിലയിൽ തന്നെയാണ് സംസാരിച്ചത് എന്നാണോ അദ്ദേഹം ആവർത്തിച്ചത്? തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവമുണ്ടെന്നുള്ള ഒരു തുറന്നുപറച്ചിലായിരുന്നു ഇത്തരത്തിൽ യൂറോളജി വിഭാഗം മേധാവിയായിരുന്ന ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്തിനായാലും ഈ വിഷയത്തിൽ ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഈ ഹാരിസ് ചിറക്കൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് താൻ ഒരിക്കലും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെയോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെയോ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ചില രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ആശുപത്രിക്കകത്ത് പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ ചെറിയ അഭാവങ്ങളുണ്ട്, അത് മാത്രമാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായിട്ട് പരിഹരിച്ചു പോകാവുന്നതേ ഉള്ളൂ. അത് പരിഹരിച്ചാൽ തന്നെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല കൂടുതൽ മെച്ചപ്പെടും എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയോ മറ്റ് ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരെയോ അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജിനെയോ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെയോ ഒരു തരത്തിലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ വിഭാഗതകൾ അല്ലെങ്കിൽ അപാകതകൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇല്ല എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഹാരിസ് ചിറക്കൽ ഇന്ന് മാധ്യമങ്ങളോട് ശ്രമിച്ച കേരളത്തിന്റെ ആരോഗ്യരംഗം ആകെ അപകടത്തിലാണ്, അത് അനാരോഗ്യ വകുപ്പാണ് എന്ന നിലയിലേക്കൊരു ചിത്രീകരണത്തിന് അല്ലെങ്കിൽ അത്തരൊരു ചിത്രീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ, അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം ഡോക്ടർ തന്നെ തടയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.